വെച്ചാൽ നമ്മൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 കളിക്കാൻ പോണേ. CPM 2 കളിക്കാൻ പോണേ. അതപ്പം ഇതെന്ന് വെച്ചാൽ ഒരു ഇതാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ഒരു ബേറ്റ സെർവർ പോലെ അക്കൗണ്ട് ആക്കി വെച്ചേക്കൊണ്ട് അൺലിമിറ്റഡ് ആണ് ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ അൺലിമിറ്റഡ് ക്യാഷും കോയിനൊക്കെ ആണ്. വെക്കുക എന്നിട്ട് കണ്ണുകളിൽ നിന്നും സ്പീഡിൻ്റെ മുടി മതി. ഐശോ സ്പീഡ് ബ്രോ. അപ്പം ഡ്രസ്സ് ഫാഷൻ ഡ്രസ്സാണ് ഗൈസ്. ഫുട്ബോൾ വേണം. ഞാനൊരു റൊണാൾഡോ ഫാൻ ഗൈസ്. പക്ഷെ എനിക്ക് റൊണാൾഡോയുടെ ഉടുപ്പ് ഇല്ല ഗൈസ്. ഇത് മറ്റേ നമ്മുടെ ഇവൻ്റെ ഡ്രസ്സല്ലേ എന്തുവാ നവൻ വൈറ്റിയുടെ ഡ്രസ്സ് പോലില്ലടാ. സത്യമായിട്ട് നവൻ വൈറ്റിയുടെ ഡ്രസ്സ് കോപ്പി അടിച്ചിട്ട് നവൻ വൈറ്റി ഇത് കാണുവാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യില്ലേ. എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് ഇതൊക്കെ. ഞാൻ പാവമാണേ, എന്നെ ഒന്നും ചെയ്യല്ലേ. നവൻ വൈറ്റി ബ്രോ ഞാൻ ബിഗ് ഫാനാണ് ബ്രോ. ഇത് ഞാൻ നവൻ വൈറ്റി വെച്ചാൽ നവൻ വൈറ്റി ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ നവൻ വൈറ്റിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഗൈസ്. ഓക്കെ. ഈ കണ്ണുകളിൽ ഇച്ചിരി ഫാഷൻ അങ്ങനെയല്ലോ. അറബാബിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് കൊള്ളത്തില്ല. പുഴയിൽ അനുപമലഹരിയിൽ നിന്നും നാൻമൊഴി പുഴയിലെ അനുപമലഹരി വസന്തം രാവിന്റെ കൊമ്പിലൊരാത്തണ്ടി പട്ടാപകുന്തൽ രണ്ടാണ്ടി മമ്മിൽ പൊണ്ടിൻ്റെ കോന്തൻ പട്ടാപകുന്തണ്ടി. പിന്നെ പാൻറ് ഇപ്പം നമുക്ക് വേണ്ടല്ലേ. ഈ ഡ്രസ്സ് മാറി. ഡ്രസ്സൊന്ന് ചെറുതായിട്ട് മാറി ഗൈസ്. നവൻ വൈറ്റ് ഡ്രസ്സ് ഇട്ട് പോയി. പിന്നെ നമ്മുടെ ഇപ്പോൾ ആകപ്പാടെ 4 കാറ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ M4 കൂട്ടം കിടപ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ മോഡിഫൈഡൊന്നും ചെയ്തില്ല. ഇത് സ്റ്റിക്കറൊക്കെ നമ്മൾ ഇന്ന് അതിനകത്തുള്ള സ്റ്റിക്കർ തന്നെയാണ് അടിച്ച് കയറ്റിയത് ഗൈസ്. പിന്നെ എനിക്ക് ആകപ്പാടെ ഈ ഗെയിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാർസാണ് ഈ ഒരു M4 ന്യൂ കോമ്പറ്റീഷനും M5 കോമ്പറ്റീഷനും
വൈഫൈ കോമ്പറ്റീഷൻ ആണോ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല, പേര് അറിയത്തില്ല. പിന്നെ വേണ്ടി ഈ ഒരു M2 എങ്ങാണ്ടും ഇനി M4 ഈ 4 വണ്ടി എനിക്ക് എൻ്റെ ഫേവറേറ്റാണ് ഇത്. അപ്പം ഒരു സംതിങ് റെയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും മനസ്സിലായി. സംതിങ് റെയർ ഗൈസ് അല്ലേ. ഡിസൈൻ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, മറ്റു ഡിസൈൻ. ഇത് റെയർ സാധനം, ഇത് കൊള്ളാം. ഇത് മറ്റേ എൻജിൻ മാത്രം കേട്ടോ. ഓക്കെ, ഇപ്പോഴും ഇങ്ങനെ വരിക ഒരു സ്റ്റിക്കേഴ്സ് ഒന്നും പറ്റില്ല. നമുക്ക് ഇതൊക്കെ ഫുള്ളി നമുക്ക് ചേഞ്ച് ചെയ്യാൻ. ഗൈസ് നോക്കാം ഗൈസ്, പൈസ ഈ വണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ 2 വീടുണ്ട്, ഈ സമയം 2 വീടും നോക്കിയിട്ടുണ്ട്. പൈസ നമുക്ക് ഓടിങ്ങാണ് ഗൈസ്. അപ്പം കണ്ണു കേൾക്കാനാണ് എഴുതി വേണ്ടതാണ് ഗൈസ്. നമ്മുടെ വീടിപ്പം വരും ഗൈസ്. കണ്ണു കേൾക്കാനാണ് മഴയും കൂടെ കണ്ണു കേൾക്കുന്ന. എനിക്ക് ഈ വണ്ടിയുടെ സൗണ്ട് ഇഷ്ടമല്ല. ഈ വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോഷോയ്ക്ക് വന്ന് സെറ്റാണ്. ഇത് ഇങ്ങനത്തെ സ്റ്റിക്കർ കൊട്ടിച്ച് വളരെ പൊളിയായിരുന്നു. ഇത്രയും ഭയങ്കര കാശെടുത്തൊക്കെ ചെയ്യാൻ വേണ്ടി ഈ സ്റ്റിക്കേഴ്സിന് തന്നെ കുറേ പൈസയായി. 2 ലക്ഷം രൂപ, 2-1 ലക്ഷം രൂപ. റിയൽ ലൈഫില്ല കേട്ടോ. റിയൽ ലൈഫിൽ ഇതൊക്കെ വരുമ്പം 2 ലക്ഷം എന്തെങ്കിലാവും. ഞാൻ വണ്ടി വേണമെന്നെടുത്ത് എല്ലാം കൂടെ കയറിയപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചതിനേക്കാളും സിവിക്കാം സ്വന്തത്തെ സിവിക്കാം. സിവിക് സെറ്റ് വണ്ടി ആയിരിക്കും. കണ്ണുകളെ ഈ സാധനങ്ങളൊക്കെ കോപ്പി ചെയ്തിരിക്കും.
അടിക്കല് കുഴപ്പമില്ല. വേറെ വണ്ടി പിന്നെ നമ്മുടെ ഇന്ന് നമ്മൾ CPM 1, 2 മാത്രമല്ല കളിക്കുന്നത്, CPM 1 കൂടെ കളിക്കുന്നത് വെച്ചാൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 മാത്രമല്ല കളിക്കുന്നത്, കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1 കൂടെ കളിക്കുന്നത് ഗൈസ്. വണ്ടികളൊക്കെ നല്ല വണ്ടികൾ, പക്ഷെ ഈ ഗെയിമിലാണ് ഏകപ്പാട് ഒരു പ്രശ്നമില്ല, ഫുൾ ഇതാവുന്നതോ നമ്മുടെ ഫുൾ ഇതാ വയസ്സ് കോയിൻ കൊണ്ട് മാത്രമേ കാർസൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് സിമ്പിളാണ് കോയിനൊക്കെ, പക്ഷെ കാറും പക്ഷെ ആകെപ്പാട് ഈ കോയിനൊക്കെ എങ്ങനെ ഇത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. എന്നിട്ട് നമ്മുടെ റേസ് ഇല്ലേ, റേസ് ചെയ്തിട്ട് അങ്ങോട്ടൊക്കെ ഇത് ഉണ്ടാക്കുന്നത് സിവിക്ക് കൊള്ളാം ഗൈസ്. നമ്മുടെ സിവിക്ക് കൊള്ളാമല്ല, അത് എനിക്ക് ഈ ഡിസൈൻ കാണുമ്പോൾ തന്നെ വരട്ടെ. പൊന്നിയിലെ പെണ്ണലഹരിയിൽ നിന്നും മറ്റേ സിനിമ എടുക്കാല്ലേ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്പോർട്സിലൊക്കെ വരുമ്പം ഒരു ഡ്രിഫ്റ്റ് കാർ വൈബ് ആണ് ഇതാ നല്ലത്. ബോറ റേസിംഗ് സെറ്റായി ഓക്കല്ലേ. ഇത് വായിക്കല്ലേ, ഇത് നല്ല വൈബാണ്. ഒന്നുമില്ല, അങ്ങോട്ടില്ല വായിച്ചു. പക്ഷെ നമ്മൾ നേരെ പോയി വിഷ്വൽ ടേണിങ്ങിനകത്ത് പോയി ഫുള്ള് നമ്മൾ സാധനങ്ങൾ കയറ്റാൻ പോയി. ഇത്രയേ ഉള്ളൂ. എത്ര കോയിനായാലും കുഴപ്പമില്ല, അൺലിമിറ്റഡ് കോയിൻ നമ്മുടെ കിടക്കുന്നു. ടോപ്പ് സാധനങ്ങളൊക്കെ അടിച്ച് കിട്ടും. പിന്നെ നമ്മുടെ ഇതിനൊരു കാര്യമുണ്ട്, നമ്മൾ ഞാനാണ് ഇങ്ങനെ പെയിൻ്റ് എടുത്തിട്ട് അതല്ല ഫിനൈൽസ് എടുക്കണം. നമ്മുടെ ബീസ്റ്റ് വരുന്നല്ലേ ഈ സ്പീഡ് സ്പെല്ലിങ് തെറ്റി ഗൈസ്. പോലീസ് ഷോകായിരിക്കും. യെസ് ഒരു വണ്ടി ഉണ്ട് കഴിച്ചു, അപ്പോൾ നമ്മുടെ ഡ്രിഫ്റ്റിന് മാത്രം എടുക്കുന്ന സാധനമാണ്. ഈ ബെൻസിന് സ്റ്റോക്ക് മാത്രം കാണുമെന്ന് വിചാരിച്ചുള്ളൂ, പക്ഷെ സ്റ്റോക്കായിട്ടില്ല. എന്ത് ഹാർഡൊക്കെ ചെയ്തത് ഏട്ടാ മോനെ, ഏതാ സാധനമില്ല.
കൊള്ളാം, എനിക്ക് മറ്റൊരു ഇഷ്ടപ്പെട്ടു. റെഡ്, ഇതുപോലെ സെറ്റ് അങ്ങോട്ടില്ല അങ്ങോട്ടില്ല. എനിക്ക് ഈ ഇഷ്ടപ്പെടുന്ന കളർ ഞാൻ എല്ലാം വാങ്ങിക്കും. പക്ഷെ ഉള്ളപ്പോഴല്ലേ നമുക്ക് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലാതെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊള്ളാം കേട്ടോ ഈ വണ്ടിയൊക്കെ. ഇവിടെ CP വണ്ടിനകത്തൊക്കെ ഇല്ലാത്ത സ്കിൻസൊക്കെ ഇതിനകത്ത്. വയസ്സപ്പോൾ ഇത്രയും മതി ഈ സുഖം. ആവശ്യത്തിന് ലെങ്ത്ത് ഇപ്പം തന്നെ വേണ്ടി ഈ ഒരു CP വണ്ണം എടുക്കാൻ. പിന്നെ നമ്മൾ CP വണ്ണിനകത്ത് CP വണ്ണിനകത്ത് ഒരു ന്യൂ കാർ നമ്മൾ എടുത്തിട്ടുണ്ട്. XXX എന്തോന്ന് XXX സെൻഡാഷിനോ അവനെങ്ങാണ്ട് പറയുന്ന പോലെ തന്നെയല്ലേ ഒരു പാട്ടുകാരൻ പണ്ടത്തെ ഇംഗ്ലീഷ്. XXX ടെൻഡാഷൻ അങ്ങനെ കണ്ട് പറയുന്ന ഇതുണ്ട്. അവൻ്റെ ഒരു കാറ് നമ്മളങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പോയത് അപ്പം ഒരു ബ്ലൂ കളർ, അതായത് BMW M8 കണ്ട് ഒരു 95 റുപ്പീസ്. റിയൽ മണി 95. പുഴയിലെ കണ്ണുകൾ കളറുമ്പോൾ നിന്നെ പൊന്നേച്ചി. എല്ലായിട്ടും ഇഷ്ടമുണ്ട്. കാണിച്ചു തരാം. ഈ സാധനം നമ്മളൊന്നും അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് ഓയിലുണ്ടെങ്കിൽ സ്മൂത്ത് വിലയുണ്ട്. ഇല്ല, നമ്മളൊരു പുതിയതായിട്ടൊരു കാര്യം എടുത്തിട്ടുണ്ട്. നമ്മുടെ കോയിൻ ബോക്സ് 911 ന്യൂ എഡീഷനാണ്. ഇതൊക്കെ നമ്മുടെ ഇവിടെ പറയണ്ടല്ലോ, നമ്മളെ ഒക്കെ പിന്നെ കത്തി നിൽക്കുന്നത്. നമ്മുടെ ടയറിൻ്റെ ഇതെല്ലാം ഗ്രിപ്പെല്ലാം നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ടായി. നമ്മുടെ കാറിപ്പോൾ ഓൾറെഡി തന്നെയാണ് നമ്മുടെ ബോൺസ്റ്റർ. ഇവിടെ വയനാടൻ ബോൺസ്റ്റർ വിൽക്കുന്നുണ്ട്. സെറ്റുണ്ട്. ഖലീഫ എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയാണ്. വീട് പന്തളമാണ്. അതെ, ഞങ്ങളുടെ NSS കോളേജുണ്ട്. അപ്പോൾ അവിടെ ഖലീഫയുടെ വെള്ളയാണോ പിങ്ക് ആണോ ബ്ലൂ ആണോ ഏത് പറഞ്ഞാൽ വന്നത് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. വൈറ്റ് ആണ് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ പിങ്ക് ഏതോ അറിയില്ല. ഒരു വീടുണ്ട്. ഇനി അവർ 3 ട്രിപ്പായിരുന്നു അവർ. ഞാൻ വീടൊക്കെ എന്താ കണ്ടപ്പോൾ ഖലീഫ 3 ട്രിപ്പായിരുന്നു. ആ ഖലീഫ ഡ്രൈവർ വല്ലതും അടുത്ത വീടൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഒരു വണ്ടി ഉണ്ട്, ഗോൾഫ്. ഇതെനിക്കൊന്ന് സെറ്റാകണമെന്നുണ്ട്. പക്ഷേ പിന്നെ ഇത് ഞാൻ ഡിസൈൻ ചെയ്തതല്ല. സോ നീ കുട്ടികൾക്കൊന്നും വരേണ്ട
ഞാൻ 5 മില്യൺ എങ്ങാണ്ട് വാങ്ങിച്ചാണ്. പിന്നെ ഒരു കാറുണ്ടോ, ഏതാണ് ഇത് ഒരു 2 മില്യൺ എനിക്ക് കിട്ടും. അത് ഈ പോലീസുകാരനും എല്ലാം ഈ ഒരു സ്റ്റിക്കറൊക്കെ ഞാൻ ഒട്ടിച്ചു. ഈ സ്റ്റിക്കറിന് സിമ്പിളാണ്. ഈ തീൻ്റെ ഇതില്ലേ, അത് ഫുള്ളായിട്ടൊക്കെ ഒട്ടിച്ചു. എന്നിട്ട് ഞാൻ 2 സൈഡിൽ സൂം എഴുതി വയ്ക്കും. നമ്മുടെ സീറ്റൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം അങ്ങനെ എടുക്കാറില്ല. എൻ്റെ സിഗ്നേച്ചർ കാണണോ? എൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ കാണിച്ചു തരാം. മൈ സിഗ്നേച്ചർ നമ്പർ അത് മാറ്റി നോക്കാറുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ സിഗ്നേച്ചർ നമ്പർ പ്ലേറ്റ്. അപ്സോട്ട് മാറ്റി. വണ്ടി പിന്നെ നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ചേട്ടൻ്റെ വണ്ടി ഒന്ന് ഫസ്റ്റ് കോപ്പി എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഈ കണ്ണാപ്പീസ് ഞാൻ ഒന്ന് എക്സ്ട്രാ എടുത്താണ്. പിന്നെ ഒരു വണ്ടിയുടെ ഞാൻ കാണിച്ചത് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിട്ട് പോയത്. എന്ത് വെയിറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ കേട്ടോ. ഒരു ഇതുണ്ടല്ലോ, എന്തുവാ ആ മസ്താങ്ക്, അത് ഞാനൊന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്. ഇത്രയും സ്റ്റിക്കറൊക്കെ അടിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഈ സാധനം എന്ത് ചെയ്യും, ഞാൻ ഇപ്പോഴേ കണ്ടിട്ടില്ലായിരുന്നു. പോയോ ഇത്? ഇത് ഈ സാധനം വണ്ടി, ഈ ഒരു വണ്ടി പോയത് സെറ്റ് വണ്ടി. ഇത് മലബാറി ഡബിൾ കളറാണ്. ഫ്രണ്ട് വശം ബാക്ക് വശം പക്ഷെ നമ്മുടെ ഈ കിറ്റൊക്കെ സെക്കൻഡ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് CPM 2-നകത്താണ് ഈ കിറ്റൊക്കെ കിട്ടുന്നത്. കിറ്റൊക്കെ എടുക്കാൻ നവൻ വൈറ്റിയുടെ സിഗ്നേച്ചർ വണ്ടിയാണ് M5. എൻ്റെയും സിഗ്നേച്ചർ വണ്ടി തന്നെയാണ് M5. പിന്നെ ആൾക്കാരൊന്നും തിരിച്ചറിയാൻ സാധ്യതയില്ല. ഏകദേശം വീഡിയോ ഇത്തിരി ലെങ്തായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ID കൂടെ ഇപ്പം നിങ്ങളെ കാണിക്കും. ഇത് നമുക്ക് അതിൻ്റെ പിക്ചർ ഗൈസ്. സ്പെല്ലിങ് മാറിക്കോ. അംഗമംഗല ID ഓഫിക്കോ. ലൈസ് ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ജോജി ജോസ് അല്ലെങ്കിൽ ജോജി കാണിച്ച ID കാണില്ലേ, ജോജി ജോസ് കാണിച്ചാൽ പറ്റാം. ഒരു വണ്ടി ഒരു വീഡിയോ കാണിച്ചത് ടർബോ സ്റ്റൈൽസിൻ്റെ വണ്ടിയാണ്. ഈ ഒരു ഡിസൈനിൽ നമുക്ക് നമ്മളെ ഗോപ്പ് എടുക്കാനുണ്ടായിരുന്നു. ബൈ.